എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വജൈനൽ ഡ്രൈനെസ് അതുപോലെ തന്നെ ഇച്ചിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വെച്ച് ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വജൈന എന്ന് പറഞ്ഞാൽ സെൽഫായിട്ട് ക്ലെൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും അവിടെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. സെൽഫായിട്ട് ക്ലെൻസ് ചെയ്യുന്ന പ്രോസസ്സാണ് നമുക്ക് വജൈനയിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എപ്പോഴും ചെറിയ രീതിയിലൊരു ഫ്ലൂയിഡ് ഉണ്ടാവും. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, നമുക്ക് എപ്പോഴും നമ്മുടെ വജൈന ഒരു വെറ്റായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇന്ന് നമ്മൾ കൂടുതലായിട്ടും ഡ്രൈനെസ്, ചിലർക്ക് ചിലപ്പോൾ ഡ്രൈനെസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇച്ചിങ് ഉണ്ടാവും. അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്കിങ്ങനെ ഡ്രൈനെസ്സും ഇച്ചിങ്ങും വരുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ചിലപ്പോൾ ഈ ഒരു വജൈനൽ ഇച്ചിങ് അതുപോലെ തന്നെ ഡ്രൈനെസ്സും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. സാധാരണയായിട്ട് നമ്മുടെ വജൈനൽ വാൾസ് എപ്പോഴും ലൂബ്രിക്കേറ്റ് ആയിട്ടിരിക്കും. ഒരു ഫ്ലൂയിഡ് നമുക്ക് എല്ലാവർക്കും അറിയാം ലൂബ്രിക്കേറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു ലൂബ്രിക്കേഷൻ ഫ്ലൂയിഡിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ നമ്മുടെ ഈസ്ട്രോജൻ ഹോർമോൺ ആണ്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഈസ്ട്രോജൻ ഹോർമോണിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈസ്ട്രോജൻ ഹോർമോണിൽ എന്തെങ്കിലും ഡ്രോപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വജൈനൽ ഡ്രൈനെസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇച്ചിങ്ങും ഉണ്ടാവും. അപ്പോൾ ഇച്ചിങ് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. ഡ്രൈനെസ് മോസ്റ്റ്ലി ഉണ്ടാവുന്നത് ഈ ഒരു ഈസ്ട്രോജന്റെ ചെറിയ ഒരു രീതിയിലുള്ള ഡ്രോപ്പ് കാരണമായിരിക്കും നമുക്ക് ഈ ഒരു ഡ്രൈനെസ് ഉണ്ടാവും. ഇച്ചിങ് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും അലർജീസോ ഇൻഫെക്ഷൻസോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഇച്ചിങ് അനുഭവപ്പെട്ടേക്കാട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വജൈനൽ ഡ്രൈനെസ് നമുക്ക് മോസ്റ്റ്ലി കണ്ടിരിക്കുന്നത് മെനോപോസ് ടൈമിലൊക്കെയാണ് നമുക്ക് ഈ ഒരു ഡ്രൈനെസ് കണ്ടിരിക്കുന്നത്. അല്ലാത്ത കാര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രസവമൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് ചിലൊരു ഡ്രൈനെസ് ഉണ്ടാവും. അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ടൈമിൽ നമുക്കിങ്ങനെ ഡ്രൈനെസ് കണ്ടേക്കാം. അതുപോലെ തന്നെ നമുക്ക് റേഡിയേഷൻ, കീമോതെറാപ്പി അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സും അങ്ങനെ എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഒക്കെ വന്നാലും ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രൈനെസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ വജൈനയിൽ നമുക്ക് ഇച്ചിങ് ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ബേണിംഗ് സെൻസേഷൻ, ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവുന്നത് നമുക്ക് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും അലർജീസ് ഉണ്ടാകുമ്പോഴാണ്. മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പോ ഡിറ്റർജന്റോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മുടെ അണ്ടർഗാർമെന്റ്സ് ഒക്കെ വാഷ് ചെയ്യുന്ന അങ്ങനത്തെ വാഷിംഗ് പ്രോഡക്ട്സോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ മെയിൻ ആയിട്ടും ഇച്ചിങ് ഉണ്ടാവും. അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നാൽ, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞാൽ ഈസ്റ്റ് ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഒക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ വജൈനയിൽ ഇച്ചിങ് ഉണ്ടാവും, ഇറിറ്റേഷൻ ഉണ്ടാവും, ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു ഇച്ചിങ്ങും ഇറിറ്റേഷനും ഉണ്ടാവാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇറിറ്റേഷൻ വരാനുള്ള കാരണങ്ങൾ നമുക്ക് ചിലപ്പോൾ അറിയില്ല. ചിലവരാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഈസ്റ്റ് ഇൻഫെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കാം ഇതിന്റെ കാരണം വെച്ചിട്ട് അതിനുള്ള മെഡിസിൻസ് എടുക്കും. പക്ഷെ നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ നിങ്ങൾ തന്നെ ഈ മെഡിസിൻസ് ഒന്നും എടുക്കരുത്. അതുപോലെ തന്നെ ഹോം റെമഡീസ് ഒക്കെ ട്രൈ ചെയ്തിരിക്കുന്നേക്കാൾ മുന്നേ തന്നെ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ചെക്കപ്പ് നടത്തിയിട്ട് എന്താണ് ഇതിന്റെ കാരണം എന്ന് കണ്ടുപിടിച്ചിട്ട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുക്കണം. എന്താ വെച്ചാൽ തുടക്കത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അത് നമ്മൾ വീണ്ടും കൂടുതലായിട്ടും അത് ഇൻഫെക്ഷൻ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കുറച്ച് ഒരു ലേറ്റർ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് കുറച്ച് അതൊരു ബുദ്ധിമുട്ടുണ്ടായേക്കാം. ഇനി നിങ്ങൾക്ക് ഇച്ചിങ് ഒക്കെ പെട്ടെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും സോപ്പ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഡിറ്റർജന്റ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു എന്തെങ്കിലും ബർത്ത് കൺട്രോൾ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ നിങ്ങൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ പെട്ടെന്നുള്ളൊരു ചേഞ്ച് ആണെങ്കിൽ നിങ്ങൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് അറിയാൻ സാധിക്കും നമുക്ക് ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണോ നമുക്ക് ഈ ഒരു ഇച്ചിങ്ങും അങ്ങനത്തെ വരുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇനി നിങ്ങൾ എന്തെങ്കിലും ലൂബ്രിക്കൻസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് നമുക്ക് ഫ്രാഗ്രൻസ് ഫ്രീ ആയിരിക്കണം. അങ്ങനത്തെ കൂടുതലായിട്ടും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഈ ഒരു ഇച്ചിങ് ചിലപ്പോൾ ആ ഒരു റീസൺ കൊണ്ടായേക്കാം. അപ്പം അതൊക്കെ മാറിക്കിട്ടാൻ ഇങ്ങനെ നമുക്ക് ട്രൈ ചെയ്യുന്ന നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് നാച്ചുറൽ മെത്തേഡായിട്ട് നമുക്ക് നാച്ചുറൽ ലൂബ്രിക്കൻ്റ് ആയിട്ട് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡിലോട്ട് നിങ്ങൾ കിടക്കായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പൊ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു ഈ ഒരു ഇച്ചിങ് വരാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു കാരണം മെയിൻ ആയിട്ടും മോസ്റ്റ്ലി കണ്ടുവരുന്നത് നമുക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണ്.
അപ്പോൾ ഈ ഒരു വജൈനൽ ഇൻഫെക്ഷനെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഇൻഫെക്ഷൻസ് ആണ് വരിക, എന്തൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ദയവായി ചെയ്തിട്ട് ആ ഒരു വീഡിയോ പോയി കണ്ടാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് സിംറ്റംസും സയൻസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. ഇനി മെയിനായിട്ടും വേറൊരു നമുക്ക് ഈ ഒരു ഇച്ചിങ് വരാനുള്ളത് നമുക്ക് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് കൊണ്ടായിരിക്കും നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു ഇച്ചിങ് വരാനുള്ളത്. പിന്നെ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ നമുക്ക് ബാക്ടീരിയൽ വജൈനോസിസ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷൻ ഉണ്ട്. ആ ഒരു കണ്ടീഷൻ ആയാലും നമുക്ക് കൂടുതലായിട്ടും ഇച്ചിങ് വരും. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും നമുക്ക് ബാക്ടീരിയാസ് കൂടുതലായിട്ടും ഡെവലപ്പ് ചെയ്തിട്ട് അവിടെ ഇച്ചിങ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു 3 കണ്ടീഷൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ടും നമുക്ക് ഈ ഒരു വജൈനയിൽ ഇച്ചിങ് വരാനുള്ള സാധ്യതകളുള്ളത്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഈ ഒരു ഇച്ചിങ് വരാനുള്ള കാരണം നമുക്ക് കൂടുതലായിട്ടും വജൈനൽ ഡ്രൈനെസ് കൊണ്ടും നമുക്ക് ഇങ്ങനെ ഇച്ചിങ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് തന്നെ വജൈനൽ ഡ്രൈനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബെറ്റർ ആയിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയാണ് ഈ ഒരു ടൈമിൽ ഏറ്റവും നല്ലൊരു മാർഗം. അപ്പോൾ നമുക്ക് ആ ഒരു ഡ്രൈനെസ് കുറയ്ക്കാനുള്ള ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരും. അപ്പോൾ അത് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇറിറ്റേഷനിൽ നിന്ന് നമുക്ക് കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഈസ്ട്രോജന്റെ ഒരു ഡ്രോപ്പ് കാരണമാണ് നമുക്ക് ഇങ്ങനെ ഡ്രൈനെസ് വരുന്നത്. അപ്പൊ ഈസ്ട്രോജൻ അടങ്ങിയിട്ടുള്ള അങ്ങനത്തെ ക്രീമുകളായിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ടും പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത്. അപ്പൊ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു വജൈനൽ ഡ്രൈനെസ് വരുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറിറ്റേഷൻ കൊണ്ടായിരിക്കാം. നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ചിലപ്പോൾ ക്രീംസോ അല്ലെങ്കിൽ സോപ്പോ അല്ലെങ്കിൽ ഡിറ്റർജന്റോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഡ്രൈനെസ് വരുന്നത്, എക്സ്റ്റേണൽ സോഴ്സസ് കാരണം. അപ്പൊ അങ്ങനെ ആയാലും അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സാധാരണ ഒരു നോർമൽ ആയിട്ട് നമുക്ക് ഈ ഒരു സോപ്പോ ഡിറ്റർജന്റോ അങ്ങനെയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് നോർമൽ ആയിട്ട് നമുക്ക് വജൈനൽ പിന്നെ ചിലപ്പോൾ വജൈനൽ വാഷ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. വജൈനൽ വാഷ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വജൈനൽ ഡ്രൈനെസ് ഉണ്ടാവാൻ കൂടുതലായിട്ട് സാധ്യതകളുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ വാഷുകളൊക്കെ ഉടൻ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. ഇനി എപ്പോഴൊക്കെയാണ് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ഇറിറ്റൻസ് ആണ് നമ്മുടെ ഈ ഒരു നമുക്ക് ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു സോപ്പോ അതൊക്കെ മാറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെറിയൊരു രീതിയിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പൊ 2 ദിവസം നമ്മൾ അങ്ങനെ ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ സമയം വെച്ചിരിക്കരുത്. നമുക്ക് വീണ്ടും അങ്ങനെ ഒരു ഇറിറ്റേഷൻ ഇച്ചിങ് ഒക്കെ നമുക്ക് അങ്ങനെ തുടരുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വേഗം തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ തന്നെ ഇതിപ്പോ നമ്മളിപ്പോ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് ഒരു ഇറിറ്റേഷൻ നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പൊതുവെ ഒരു മടിയുള്ള ഒരു ആൾക്കാരാണ് ഇപ്പൊ പൊതുവേ ഉള്ളത്. അപ്പൊ നമ്മൾ തന്നെ ചിലപ്പോൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നമ്മൾ തന്നെ റെമഡീസ് ഒക്കെ കണ്ടെത്തും. അപ്പൊ അങ്ങനെ നമ്മൾ തന്നെ ഡയഗ്നോസ് ചെയ്യാതെ നമ്മൾ ഉടൻ തന്നെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് എന്താ പറയാ നമ്മൾ 2 ദിവസമൊക്കെ നോക്കിയിട്ട് നമുക്ക് അങ്ങനെയും ഇറിറ്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്